കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. Hello children, welcome to Kids Area Online. Onam exam 2024 class 1-ന്റെ ഇന്റഗ്രേഷൻ ഡേ 2 എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം ഈസി ആയിരുന്നോ? യെസ്, ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി കാണണ്ടേ? നിങ്ങളുടെ പേരൻസിനൊക്കെ ക്വസ്റ്റ്യൻ കാണാൻ ആഗ്രഹമുണ്ടാവും. ഒരിക്കൽ കൂടി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മൾ ആക്ടിവിറ്റി 4 വരെ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. ഇനി ആക്ടിവിറ്റി 5, ഓൺ ടെയിൽസ് ആൻഡ് വിങ്സ്. വാലിലും ചിറകിലും. ഓൺ ടെയിൽസ് ആൻഡ് വിങ്സ്, വാലിലും ചിറകിലും. ഇവിടെ നോക്കിയേ, പട്ടത്തിന്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരുന്ന ആകാശത്തിലൂടെ പറക്കുന്ന കൂട്ടുകാരെ ഓർമ്മയില്ലേ? ധാരാ പട്ടത്തിന് മുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന ആകാശത്തിലൂടെ പറക്കുക. ഇവരെവിടെ ഇരുന്നതാ? മരത്തിലിരുന്നത് ഓർമ്മയുണ്ടോ? മരത്തിലിരുന്ന കൂട്ടുകാരെ ദാ തൻ്റെ പുറകിലേറ്റി ഇങ്ങനെ പറക്കുക. ആരൊക്കെയാണ് ഇവർ ഈ ആകാശത്തുകൂടെ പറക്കുന്നത്? ആരൊക്കെയാ? പുഴുണ്ട്, ലേഡി ബഗ് ഉണ്ട് അല്ലേ, സ്മോൾ ബഗ്സ് ഉണ്ട്, വോംസ് ഉണ്ട്. ഇനി ആൻസ്, ഉറുമ്പുകളുണ്ട്. കണ്ടായിരുന്നോ? ഇവർ എത്ര വീതം എന്ന് കണ്ടുപിടിച്ചെഴുതുക എന്നുള്ളതായിരുന്നു 5ാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ വോംസ്, എത്ര പുഴുക്കളുണ്ട്? 1, 2, 3, 4, 5, 6. ഹൗ മെനി വോംസ്? 6. ഇവിടെ എന്ത് എഴുതണമായിരുന്നു? 6. ഹൗ മെനി ആൻസ്? 1, 2, 3, 4, 5. 5 ആൻസ്. സ്മോൾ ബഗ്സ് എത്രയാ? 1, 2, 3. 3 ഇവിടെ എഴുതണം. റൈറ്റ് ദ നമ്പർ ഓഫ് ക്രീച്ചേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ഇനി സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് എഴുതണമായിരുന്നു. എങ്ങനെ എഴുതി? 3, 5, 6. കറക്റ്റായിട്ട് എഴുതിയോ? യെസ്. 6ാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? പറവകൾ. ഇതെന്താ ടീച്ചർ നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നല്ലോ. എങ്ങനെയായിരുന്നു കഥ? പട്ടം പറന്ന് പറന്ന് രവിയുടെ സ്കൂളിൻ്റെ അടുത്തെത്തി. അവിടെ എല്ലാവരും സങ്കടത്തിലാണ്. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? അതെ, അവർ ഉണ്ടാക്കിയ പട്ടം ചരട് പൊട്ടി പറന്ന് പറന്ന് എങ്ങോട്ടോ പോയിരിക്കുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആമി ആകാശത്തേക്ക് നോക്കി. കൂട്ടുകാരെ, അതാ നമ്മുടെ പട്ടം. അവർ ആർത്തു ചിരിച്ചു. എല്ലാവരും ആകാശത്തേക്ക് നോക്കി കൈയടിച്ചു. ഞങ്ങളുടെ പട്ടം പറന്നു വരുന്നേ. പട്ടം സാവധാനം പറന്നിറങ്ങി. കുട്ടികൾ പട്ടത്തിനടുത്തെത്തി. ആമി പട്ടമെടുത്തു. അയ്യേ, ഉറുമ്പുകളും പുഴുക്കളും. അവൾ പട്ടം കുടഞ്ഞു. ഉറുമ്പുകളും പുഴുക്കളും തെറിച്ചുപോയി. പട്ടവും എടുത്തവർ ക്ലാസ്സിലെത്തി. പുതിയ ചരട് കെട്ടി നാളെ പറത്താം. അവർ പട്ടം ജനലില് തൂക്കിയിട്ടു. അപ്പോഴാണ് അവർ ദൂരെ നിന്ന് കുറേ പക്ഷികളുടെ കലപില കേട്ടത്. അവർ ക്ലാസ്സിന് പുറത്തേക്ക് നോക്കി. അയ്യോ, ഇത് ഏത് പക്ഷികളാ? കുട്ടികളുടെ കൗതുകം കണ്ട് ടീച്ചറും എത്തി. ഇവ ദേശാടന കിളികളാ. അവർ കണ്ട കിളിയുടെ ചിത്രം നോക്കൂ. ഏത് കിളിയാ? ഏത് പറവയാ? നീണ്ട കഴുത്ത്, നീണ്ട കാലുകൾ, മീൻ തിന്നും, വെളുത്ത നിറം. ആരാ? കൊക്ക്. ആരാ? കൊക്ക്. ഓക്കെ, ദാ ഇവിടെ നോക്കി, ഇനിയും കുറച്ച് പക്ഷികളുണ്ട് കേട്ടോ. ഈ പക്ഷികളുടെ പ്രത്യേകത എന്താണ്? കാക്കയുണ്ട്, പരുന്തുണ്ട്, തത്തയുണ്ട്, തേൻകുരുവിയുണ്ട്.
കണ്ടായിരുന്നോ? ഇതിൽ പച്ച നിറം ആർക്കാ? പച്ച നിറം തത്തയ്ക്കാണ്. പച്ച നിറം ആർക്കാ? തത്തയ്ക്കാണ്. ഓക്കെ, വേറെ എന്ത് പറയാം? വീട്ടിൽ വളർത്തുന്നത് ആരാ? വീട്ടിൽ വളർത്തുന്നത് തത്തയാണ്. പച്ച നിറം വീട്ടിൽ വളർത്തും. ആരെയാ? തത്ത. ഇവിടെ നോക്കിയേ, തേൻകുരുവി. തേൻകുരുവി എന്താ ചെയ്യുന്നേ? തേൻ കുടിക്കും. തേൻകുരുവി തേൻ കുടിക്കും. ഇതാരാ? പരുന്ത്. പരുന്ത് എന്താ ചെയ്യുന്നേ? പരുന്തിൻ്റെ എന്താ? വളഞ്ഞ ചുണ്ട്. പരുന്തിന് വളഞ്ഞ ചുണ്ട്. ഇതാരാ? കാക്ക. കാക്ക എന്താ ചെയ്യുന്നേ? അരി തിന്നും. കാക്ക അരി തിന്നും. കണ്ടോ? ഇതായിരുന്നു 6ാമത്തെ പ്രവർത്തനം. ഇഷ്ടായോ? ശരിയായിട്ട് ഉത്തരം എഴുതിയോ? എഴുതി. 7ാമത്തെ പ്രവർത്തനം എന്താ? കളിപ്പാട്ടം. കളി കളി കളിപ്പാട്ടം. കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം, പമ്പരമാണേ കളിപ്പാട്ടം. ഇവിടെ ഒത്തിരി ഉണ്ടോ? കണ്ടോ? ഇതുപയോഗിച്ച് എന്ത് ചെയ്യണം? നമ്മൾ പാട്ട് തയ്യാറാക്കണം. കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം, കാറ്റാടിയാണേ കളിപ്പാട്ടം. ഇതുപോലെ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ണാടിയാണേ കളിപ്പാട്ടം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് ഇതാ ഇവിടെ ഈ ഒരു ഇത് മാത്രം മാറ്റി കൊടുത്താൽ മതി. പമ്പരമാണേ, അവിടെ മാത്രം കണ്ണാടിയാണേ കാറ്റാടിയാണേ എന്ന് കൊടുത്ത് എന്ത് ചെയ്യണം? എഴുതണം. അതായിരുന്നു 7ാമത്തെ പ്രവർത്തനം. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ കളിക്കുകയാണ്. കളികൾ. പമ്പരം ഉണ്ടാക്കിയവർ പമ്പരവും എടുത്ത് പുറത്തേക്ക് ഓടി. കാറ്റിൽ പമ്പരം കറക്കി. വിമാനമുണ്ടാക്കിയവർ അത് മുകളിലേക്ക് എറിഞ്ഞു. കണ്ടോ? കളിപ്പാട്ടം കണ്ടോ? ഈ കളിപ്പാട്ടമാണ് കേട്ടോ അവർ ഉണ്ടാക്കിയത്. പമ്പരമുണ്ടാക്കിയവർ പമ്പരവും എടുത്ത് പുറത്തേക്ക് ഓടി. കാറ്റിൽ പമ്പരം കറക്കി. വിമാനമുണ്ടാക്കിയവരോ? വിമാനമുണ്ടാക്കിയവർ അത് മുകളിലേക്ക് എറിഞ്ഞു. അതിനൊപ്പം ഓടി. കളിവണ്ടി വലിച്ചും വായ്ത്താരി പാടിയും അവർ മൈതാനത്ത് കളിച്ചു തിമിർത്തു. ആമയും കൂട്ടുകാരും നാരങ്ങാപ്പാല് പാടിക്കളിച്ചു. ഇതിനിടയിൽ രവി പട്ടത്തിന് പുതിയ ചരട് കെട്ടി. രവി എന്ത് ചെയ്തു? പട്ടത്തിന് പുതിയ ചരട് കെട്ടി. അവൻ പട്ടവുമായി മൈതാനത്തെത്തി. പട്ടവും ഒരു കുട്ടിയെ പോലെ ആകാശത്ത് തുള്ളിച്ചാടി. കുട്ടികൾ കളിക്കുന്ന കളിസ്ഥലം കാണണ്ടേ? കളികൾ കാണണ്ടേ? കണ്ടോ? കണ്ടായിരുന്നോ? ഇനി ഇതിൽ നിന്ന് ഉപകരണമിൽ ആവശ്യമില്ലാത്ത കളികൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കണം. ക്രിക്കറ്റിന് വേണോ? ബാറ്റ് വേണ്ടേ? വേണം. ഒളിച്ചുകളി വേണ്ട, ഉപകരണം ആവശ്യമില്ല. കബഡി ഉപകരണം ആവശ്യമില്ല. പന്ത് കളി പന്ത് വേണം. കഞ്ഞിയും കറിയും വെച്ച് കളി ചിരട്ടയൊക്കെ വേണം അല്ലേ? കുളങ്കര വേണ്ട. ചാടിക്കളി വേണ്ട. ക്യാരം ബോർഡ് വേണം. പാമ്പും കോണിയും വേണം. തൊട്ടുകളി വേണ്ട. അപ്പോൾ ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾക്ക് നേരതുപോലെ ടിക്ക് മാർക്ക് കൊടുക്കാനായിരുന്നു 8ാമത്തെ ആക്ടിവിറ്റി. ചെയ്തില്ലേ? എല്ലാവരും ചെയ്തു അല്ലേ? ഓക്കെ, അപ്പോൾ എക്സാം ഈസി ആയിരുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.